കിഡ്നി സംബന്ധമായ അസുഖത്താൽ പ്രയാസം അനുഭവിക്കുന്ന മാങ്കുളം സ്വദേശി വളയത്തിൽ ജോജോ ചാക്കോയുടെ ചികിത്സാർത്ഥം ഡിവൈഎഫ്ഐ മാങ്കുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ലേലത്തിലൂടെ സമാഹരിച്ച തുക കൈമാറി. മാങ്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ജോജോയുടെ അമ്മ ലൂസിയമ്മ ചാക്കോയ്ക്ക് ചെക്ക് കൈമാറി. CPIMന്റെ നേതാവായിരുന്ന അന്തരിച്ച സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു മഹത്തായ വചനമുണ്ട്. ജീവിതം തന്നെ ഒരു സമരമാണ്. ആ സമരത്തിനിടയിൽ നമ്മൾ ചിലപ്പോൾ വീണുപോയേക്കും. ആ വീഴ്ചയിൽ രോഗത്തിൽ അവിടെ അടിപതറാതെ ആ ജീവിതമാകുന്ന സമരത്തെ മുമ്പിൽ പതറിപ്പോകാതെ ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് സഖാവ് കൊടിയേരി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ള ഒരു മാതൃകാ സന്ദേശം. ആർക്കും രോഗമുണ്ടാകാം, ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ആ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, രോഗാതുരമായ അവസ്ഥകളെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജീവിത സമരത്തിൽ ഒന്നിന്റെ മുമ്പിലും പതറിപ്പോകാതെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചൊരു നാടാണ് കേരള സമൂഹം. മാങ്കുളം സർവീസ് സഹകരണ ബാങ്കിലാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത്. 20 ദിവസത്തോളം മാങ്കുളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സുമനസ്സുകൾ നൽകിയ വിവിധ ഉൽപ്പന്നങ്ങൾ ജനകീയ ലേലം നടത്തിയപ്പോൾ ആകെ 6,28,099 രൂപ സമാഹരിക്കുവാൻ കഴിഞ്ഞു. ജോജോയ്ക്ക് അമ്മ ലൂസിയമ്മയാണ് കിഡ്നി നൽകുന്നത്. കോട്ടയം കാരിത്താസിൽ ഫെബ്രുവരി 1 ചികിത്സ ആരംഭിക്കും. ചടങ്ങിൽ CPM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, തേജസ് K. ജോസ്, AP സുനിൽ, ഷീല രാധാകൃഷ്ണൻ, CS സുധീഷ്, ജോമോൻ ജോയി, ജോമീഷ് ജോസ്, ബിജു കുര്യാക്കോസ്, വിനീത സജീവൻ, ES സുധീഷ്, സെബിൻ മാത്യു, ജിൻഡു ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.